Welcome to Multi-Traits. ഇത് പാർട്ട് 6 ആൾജിബ്ര ലെസൺ ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിവൈഡിങ് എക്സ്പ്രഷൻസ് വിത്ത് വേരിയബിൾസ്, ഡിവൈഡിങ് ആൻഡ് മൾട്ടിപ്ലൈയിങ്. ഓക്കെ, ആദ്യം നമുക്ക് കുറച്ച് കണക്കുകൾ ചെയ്ത് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ പഠിച്ചു. ഇന്നിപ്പം ഡിവൈഡിങ് ആൻഡ് മൾട്ടിപ്ലൈയിങ് ആൻഡ് ഡിവൈഡിങ് എക്സ്പ്രഷൻസ് ആണ്. അപ്പോൾ ആദ്യം ഒരു മൾട്ടിപ്ലിക്കേഷൻ ചോദ്യമാണ്. മൾട്ടിപ്ലിക്കേഷൻ വരുമ്പം നമ്മൾ ആദ്യം നമ്പേഴ്സ് തമ്മിൽ അങ്ങ് ടൈംസ് ചെയ്യുക. സോ ഹിയർ 3 × 5 15G, അതാണ് അതിൻ്റെ ആൻസർ, 15G. ഇനി അടുത്ത ചോദ്യം ഇവിടെയുണ്ട്, -3D × 6AB × 7. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ നമ്പേഴ്സിനെ എല്ലാം അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 3 × 6 18 നമുക്കറിയാം, പിന്നെ ഇൻറ്റു 7, അപ്പം 126 ആണ് നമ്മുടെ നമ്പറിൻ്റെ ആൻസർ വരുന്നത്, 126. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതൊരു മൈനസ് ആണ്, അതുകൊണ്ട് ഇതൊരു -126 ആണ്, ബിക്കോസ് മൈനസ് ആൻഡ് പ്ലസ് ഈസ് മൈനസ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടെ വേരിയബിൾസ് ഏതൊക്കെയാണ്. ഇവിടെ ഒരു D ഉണ്ട്, A ഉണ്ട്, B ഉണ്ട്. അപ്പം ചില കുട്ടികൾ ചോദിക്കും ഇതിൽ ഏത് ആദ്യം എഴുതേണ്ടത്. അപ്പം നമ്മൾ എപ്പോഴും ഓർത്താൽ മതി, നമ്മൾ വേരിയബിൾസ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ ആദ്യം വരുന്നത് A, പിന്നെ B, പിന്നെ D. സോ -126 ABD എന്നായിരിക്കും ആൻസർ വരുന്നത്. ഇനി ഇവിടെ ഒരു ഡിവിഷൻ തന്നിട്ടുണ്ട്. ഡിവിഷൻ ആകുമ്പം നമ്മൾ ഇതുപോലെ തന്നെ ആദ്യം നമ്പർ തമ്മിൽ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 4 എത്ര പ്രാവശ്യം 16 പോവും? 4. പിന്നെ ഒരു വേരിയബിളേ ഉള്ളൂ, അതുകൊണ്ട് ആൻസർ എത്രയാണ്? 4F. ഇനി അടുത്തൊരു ചോദ്യം ഇവിടെ കാണുന്നത് 15n ഡിവൈഡഡ് ബൈ 3n. ഇങ്ങനെ ഡിവിഷൻ തരികയാണ്. ആദ്യം നമ്മൾ അതൊരു ഫ്രാക്ഷൻ രൂപത്തിലങ്ങ് എഴുതാം, അന്നേരം നമുക്ക് പെട്ടെന്നത് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇങ്ങനെ എഴുതിയിട്ട് പിന്നെ നോക്കണം 3 എത്ര പ്രാവശ്യം 15 പോകുന്നത്. 3 5 വട്ടം 15 പോവും. സോ നമുക്ക് 5 കിട്ടി. പിന്നെ ഡിവിഷനിൽ എന്നാന്ന് ചോദിച്ചാൽ ഒരു n മുകളിൽ ഒരു n താഴെയുണ്ട്, അതങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ആൻസർ എത്രയാണ് വരുന്നത്? 5. എന്നാൽ മൾട്ടിപ്ലിക്കേഷൻ, നമ്മളിനി ഈ സൈഡിലോട്ട് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 3 × 2 മെയിൻ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 6 കിട്ടി. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ m³ m ഉണ്ട്. m³ m ഉള്ളതുകൊണ്ട് നമ്മൾ എന്നാ എടുക്കണം? ആ 3 + 1, ഇതൊരു m³ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 1 ഉണ്ട്. അപ്പോൾ 3 + 1. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ വേരിയബിൾസ് തമ്മിൽ ആഡ് ചെയ്യുക, ഡിവിഷൻ ആണെങ്കിൽ സബ്ട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ ആൻസർ എത്രയാണ്? 6m4 എന്നായ ആൻസർ. വേറൊരു ചോദ്യം ഇതുപോലെ സിമിലറായിട്ട് തന്നിട്ടുണ്ട്. 5 × 3 15. പിന്നെ വേരിയബിൾസ് തമ്മിൽ നമ്മൾ എന്നാ ചെയ്യേണ്ടി? മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ദ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. 10 + 3 ഈസ് 13, അതുകൊണ്ട് P13 എന്ന് വന്നു. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ വേരിയബിൾസിൻ്റെ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക, ഡിവിഷൻ ആണെങ്കിൽ മൈനസ് ചെയ്യുക. ഇനി ഇവിടെ ഒരു മൈനസിൻ്റെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്, ഒരു ഫെമിലറൈസ് ചെയ്യാനായിട്ട്. 12 ആദ്യം നമ്മൾ നമ്പേഴ്സ് എപ്പോഴും ഓർത്തണം, നമ്പേഴ്സ് ആദ്യം ചെയ്തോണം, എന്നിട്ട് പിന്നെ നമുക്ക് വേരിയബിൾസിൻ്റെ പവേഴ്സിലേക്ക് നോക്കാം. 12 എത്ര പ്രാവശ്യം 36 പോവും? 12 1s are 12, 12 3s are 36. സോ ആൻസർ 3 എന്ന് കിട്ടി. പിന്നെ നമുക്കൊരു x7 ഉണ്ട്, അടിയിലൊരു x4 ഉണ്ട്. ആ x4നെ എന്നാ എടുക്കണം? മുകളിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് എ -4, ഇൻവേഴ്സായി അല്ലേ? അത് മുകളിലോട്ട് വരുമ്പോൾ +4, മുകളിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ -4 ആവും. എന്ന് പറഞ്ഞ പോലെ ഇത് താഴോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അത് -7 ആണ്. പക്ഷേ നമ്മുടെ വലിയ നമ്പർ എവിടെയാണ്? മുകളിലാണ്. അതുകൊണ്ട് നമ്മൾ ചെറിയ നമ്പർ മുകളിലോട്ട് കൊണ്ടുവരുന്നു. 7 - 4 ഈസ് 3. സോ 3 × x³ എന്നായി എൻ്റെ ആൻസർ, 3 × x³. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇപ്പം ബേസിക് ആയിട്ടുള്ള നമ്മൾ എക്സ്പ്രഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ നമുക്ക് ഞാനൊരു കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ളതും ചലഞ്ചിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്കിനിയും
ചെയ്യാം. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 5 6h/3. ഇത് അത്ര കോംപ്ലക്സ് അല്ല, ബട്ട് നമുക്കൊന്ന് ചെയ്തേക്കാം. 3 എത്ര പ്രാവശ്യം ആറിപ്പോവും? 2 പ്രാവശ്യം. പിന്നെ ഒരു എച്ചും ഉണ്ട്. അടുത്ത ചോദ്യം. ഇനിയും ഇതെന്ന് പറയുന്നത് നമുക്കിവിടെ മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്, ഡിവിഷനും ഉണ്ട്, എല്ലാം കൂടെ തന്നിരിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം മുകളിൽ കിടക്കുന്നതിനെ ചെയ്തിട്ട് പിന്നെ താഴെയുള്ളതിനെ ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 6 4 24. നമ്മൾ പഠിച്ച തന്നെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ വേരിയബിൾസിൻ്റെ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. 8 3 11 ഡിവൈഡഡ് ബൈ, പിന്നെ 12 ഇവിടെയുണ്ട്, y4 ഉണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം ഇതൊരു ഡിവിഷനായിട്ടാണ് കാണുന്നത്. ഡിവിഷനാണെങ്കിൽ നമ്മൾ എന്നാ എടുക്കണം? പവേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യണം അല്ലേ? അപ്പോൾ എങ്ങനെ വരുന്ന y11 - 4 എന്ന് വരും. 12 എത്ര പ്രാവശ്യം 24 പോവും? 2 വട്ടം. അപ്പം അതിൻ്റെ ആൻസർ എത്രയാണ്? 2y7. 2y7 അപ്പം പല കോംപ്ലക്സ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കണ്ടാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്ത് കഴിയുമ്പോൾ അത് എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം 7ാമത്തേത്. ഇതും ഇതുപോലെ തന്നെ ഒരു ഇച്ചിരൂടെ, ഇപ്പം നേരത്തെ ഒരു നമ്പർ അടിയിലുണ്ടായിരുന്നുള്ളൂ, ഇപ്പം 2 എണ്ണം ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം നോക്കേണ്ടത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ എന്നാണ്. അല്ലെങ്കിൽ 25 p12 by 15p² into 4q7 by 8q². അപ്പോൾ നമുക്കറിയാം ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നത് ഏതാണ് ഒരു കോമൺ നമ്പർ? 25ലും 5ലും 15ലും പോകുന്നത് 5ആണ്. 5 എത്ര പ്രാവശ്യം 15 പോവും? 3 വട്ടം. 5 25ൽ എത്ര വട്ടം പോവും? 5 വട്ടം. പിന്നെ ഇവിടെ നമ്മൾ നോക്കുമ്പം അതൊരു ഡിവിഷനാണല്ലേ. അപ്പം p12 - p2 എന്ന് വേണം വരാൻ. അപ്പോൾ നമുക്ക് ആ ഭാഗം ഒന്ന് എഴുതിയേക്കാം. അപ്പോൾ 5/3 ഇവിടെ വരുന്നത് എത്രയാണ്? p12 - 2. അപ്പോൾ അതിൻ്റെ ആൻസർ എത്രയായിട്ട് വരും? 5/3 p10 എന്ന് വന്നു. 5/3 p10 എന്ന് വന്നു. ഞാനൊന്ന് ഇറേസ് ചെയ്തിട്ട് ഒന്നുകൂടെ കറക്റ്റായിട്ട് എഴുതട്ടെ. p10. ഇനി നമുക്ക് അതിൻ്റെ സെക്കൻഡ് ഭാഗം നോക്കാം. 4ഉം 8ഉം ഉണ്ട്. 4 എത്ര പ്രാവശ്യം വെട്ടിപ്പോവും? 2 വട്ടം. അപ്പം 1/2 മുകളിൽ എത്രയാണ്? q7 അടി q2 ആണ്. അപ്പോൾ 7 - 2 എന്നായി. സോ 1/2 ഇൻറ്റു 1/2 q എത്രയാണ് വന്നത്? q5 എന്ന് വന്നു. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടത്? 5 × 1 is 5. സോ 5 p10 q5 എന്ന് മുകളിൽ വന്നു. അടിയിൽ 3 × 2 6 എന്നും വന്നു. ഇങ്ങനെ സോ അതാണ്, അത് മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരണോ? ആദ്യം നമ്മൾ നമ്പേഴ്സ് തമ്മിൽ ക്യാൻസൽ ചെയ്യുക, പിന്നെ വേരിയബിൾസിൻ്റെ പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ എങ്ങനെയാണെങ്കിൽ ആഡ് ചെയ്യുക. പക്ഷെ നമുക്കറിയാം ഇത് പി ഇവിടെ ക്യൂ, അപ്പോൾ നമുക്ക് അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് മുകളിലും p12 താഴെയും p, അപ്പോൾ അത് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അതനുസരിച്ച് ചെയ്യുക. അടുത്ത ചോദ്യം -10f3w ഡിവിഷൻ. ഇവിടെ നോക്കുവാണെങ്കിൽ ഡിവിഷൻ സൈനാണ്. നമ്മൾ ഫ്രാക്ഷനിൽ പഠിച്ച തന്നെ 2 ഫ്രാക്ഷൻ തമ്മിൽ ഡിവിഷനാണെങ്കിൽ നമ്മൾ സെക്കൻഡ് ഫ്രാക്ഷൻ്റെ ഇൻവേഴ്സ് എടുക്കണമെന്ന് പഠിച്ചിട്ടുണ്ട്. ഇത് ഓർക്കുന്നില്ലെങ്കിൽ ഫ്രാക്ഷൻ്റെ ലെസൺ ഒന്ന് റിവൈസ് ചെയ്താൽ കാണാൻ പറ്റും. നമുക്കപ്പോൾ ഇതൊന്ന് റീറൈറ്റ് ചെയ്ത് എഴുതാം. -10f/3w. ഇനി നമ്മൾ ഡിവിഷനെ മൾട്ടിപ്ലിക്കേഷൻ ആവുക. ഈ ഡിവിഷനെ മൾട്ടിപ്ലിക്കേഷൻ ആവുമ്പം നമ്മുടെ ഡിനോമിനേറ്റർ മുകളിൽ പോകും. സോ -9wz ഡിവൈഡഡ് ബൈ 5 എന്നായി. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് വെച്ചാൽ മതി. സോ ഈ ഒരു പ്രോസസ്സ് തെറ്റിപ്പോയെങ്കിൽ കണക്ക് തെറ്റിപ്പോയി. സോ ഡിവിഷൻ ഫ്രാക്ഷനും ഡിവിഷനോടെ വരുവാണെങ്കിൽ നമ്മൾ സെക്കൻഡ് ഫ്രാക്ഷനെ ഡിനോമിനേറ്റർ മുകളിലാക്കി ന്യൂമറേറ്റർ താഴെയാക്കി ആദ്യം എഴുതുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ സിംപ്ലിഫൈ ചെയ്യാം. 5 എത്ര പ്രാവശ്യം 10ൽ പോവും? 5 1s are 5, 5 2s are 10. 3 എത്ര വട്ടം 9ൽ പോവും? 3 1s are 3, 3 3s are 9. ഇനി നമുക്ക് ഈ നമ്പേഴ്സ് എല്ലാം ഒന്നുകൂടെ ചെയ്യാം. സോ -2 - 3 എന്ന് വന്നപ്പം
അത് 6 ആയി. മൈനസ് മൈനസ് ആകുമ്പോൾ +6. ഇനി നമുക്ക് എന്തൊക്കെയുള്ളത്? എഫ് WZ ഡിവൈഡഡ് ബൈ W. ഒരു W താഴെ ഒരു W മുകളിലും ഉണ്ട്. അപ്പോൾ നമുക്കതിനെ അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം. സോ ഫൈനൽ ആൻസർ ഈസ് XFZ. സോ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിവൈഡിങ് എക്സ്പ്രഷൻസ് വിത്ത് മൾട്ടിപ്ലൈയിങ് ആൻഡ് ഡിവൈഡിങ് എക്സ്പ്രഷൻസ് വിത്ത് വേരിയബിൾസ് ആണ് കണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അതിൻ്റെ സെയിം വേരിയബിൾസ് വരികയാണെങ്കിൽ അത് തമ്മിൽ ആഡ് ചെയ്യണം. ഡിവിഷൻ ആണെങ്കിൽ സെയിം വേരിയബിൾ ആണെങ്കിൽ അത് തമ്മിൽ മൈനസ് ചെയ്യുക. ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ ദെയർ. പിന്നെ ആൽഫബറ്റിക്കൽ ഓർഡർ വേണം നമ്മൾ വേരിയബിൾസ് എഴുതാനായിട്ട്. So I hope you understood this lesson. Please subscribe to our channel and please comment below if you don't understand something. Please ask questions and I'll be happy to get back to you. Thank you so much. Bye bye.